പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ വീണ്ടും നിങ്ങൾക്ക് ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. തിരുവചനം കേൾവിക്കായിട്ട് കാതുകൂർപ്പിച്ചിരിക്കുന്ന അനേക ജീവിതങ്ങളുണ്ടാവും. പല ദിവസങ്ങളിലായിട്ട് എനിക്ക് ശുശ്രൂഷ എടുക്കാൻ കഴിഞ്ഞില്ല. ശാരീരികമായിട്ട് അല്പക്ലേശങ്ങൾ വന്നതുകൊണ്ട് എനിക്ക് ശുശ്രൂഷിക്കാൻ കഴിയാതെ പോയി. എന്നാൽ കർത്താവ് എന്നെ വിടുവിച്ചു, ബലപ്പെടുത്തി, സംസാരിക്കാത്തക്കവണ്ണം കൃപയും നൽകി. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയത്ത് നിങ്ങളുടെ മുമ്പാകെ ദൈവത്തിൻ്റെ തിരുവചനവുമായിട്ടിരിപ്പാൻ കർത്താവിനെ സഹായിക്കുന്നു. കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും എത്രമാത്രം ഭാരങ്ങളും വേദനകളും സന്തോഷവും ഒക്കെ അനുഭവിച്ചു എന്ന് അവനവനറിയാം. ലോകം മുഴുവൻ തന്നെ പ്രതിബന്ധങ്ങളുടെയും വേദനകളുടെയും ബുദ്ധിമുട്ടുകളുടെയും അവസ്ഥകളിലേക്ക് ഓരോ നാളും മാറിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനമെന്ന് പറയുന്നത് കണ്ടെത്താൻ കഴിയാതെ ലോകം മുഴുവനും തന്നെ മാനസികമായിട്ട് ചിന്തകളാലും വിചാരങ്ങളാലും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇവിടെ നമുക്കൊരു സമാധാനം കിട്ടണമെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ മാത്രമാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന തിരുവചനം ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ് ഞാൻ നിങ്ങളെ തൊട്ടുവെച്ചത്. രക്ഷപ്പെട്ടതിന് ശേഷം ദ്വീപിൻ്റെ പേര് മെലീത്ത എന്ന് അവർ കണ്ടു. രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേര് മെലീത്ത എന്നവൾ ഗ്രഹിച്ചു. ആ ദ്വീപിൻ്റെ ചെന്നെത്തിയ പാട് നിങ്ങൾ തിരുവചനം വായിക്കുമ്പോൾ കാണാം. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം എന്ന് പറയുന്നത് ദൈവിക ആലോചനയെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകുന്ന ഏതൊരു ജീവിതമാണെങ്കിലും അവർ അനുഭവിക്കുന്നതായ അനർത്ഥത്തിൻ്റെ ഒരു 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 പാഠശയാണ് 27-ാം അധ്യായം. ദൈവത്തിൻ്റെ എള്ളപ്പാടുകളെ മറികടന്നിട്ട് സ്വന്തം ബുദ്ധിക്കും കഴിവിനും ഒത്തവണ്ണം പോയി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന എല്ലാവരോടും ഈ ദൂത് സംസാരിക്കുന്നത് സ്വന്തം കഴിവിലും ബുദ്ധിയിലും ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന് സമാധാനപരമായ ഒരു നീക്കം ഉണ്ടാകും. ഇല്ലെങ്കിൽ അവരനുഭവിക്കാൻ പോകുന്ന ദുഃഖങ്ങളും പ്രതിസന്ധികളുടെയും പാഠശാലയായിട്ട് 27-ാം അധ്യായം നിൽക്കുന്നെങ്കിൽ അപ്പോസ്തലനായ പൗലോസിനെ വിസ്തരിച്ച കോടതികളും വിസ്തരിച്ച അനുഭവങ്ങളും അവൻ്റെ നേരെ ആക്രോശിച്ചുകൊണ്ട് കടന്നു വന്നതായ ജനത്തിൻ്റെതായ വികാരങ്ങളും 26-ാം അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ 26-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിനോട് സംസാരിച്ച വിഷയം അവൻ എടുത്തു പറഞ്ഞു. പലരുടെയും കണ്ണ് തുറപ്പാനും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുവാനും ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ ശുശ്രൂഷക്കാരനും ഉപദേഷ്ടാവുമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിനെ പ്രത്യേക ഉദ്ദേശത്തോടു കൂടി തിരഞ്ഞെടുത്ത് അവൻ്റെ മേലെ അപ്പോയിൻമെൻറ്റ് കൊടുത്തതാണ്, അധികാരം കൊടുത്തതാണ്. എന്നാൽ അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ശുശ്രൂഷ വെളിപ്പെടുത്തുവാൻ അവൻ ശ്രമിക്കും തോറും അവനെതിരെ നിൽക്കുന്ന ശക്തിയുടെ വലിയ ഘോഷയാത്രയാണ് കാണുന്നത്. അവനെ ഏതെല്ലാം വിധത്തിൽ ഉപദ്രവിക്കാമോ അതുപോലെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസിനോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെയാണ്. 26-ാം അധ്യായം 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ജനത്തിൻ്റെയും ജാതിയുടെയും നടുവിൽ ഞാൻ നിന്നെ രക്ഷിക്കും. അതൊരു വലിയ ഉറപ്പേറിയ വാഗ്ദാനമായിരുന്നു. അവനറിയാം ജീവിതയാത്രയിൽ ഈ പുതിയ ഉപദേശവുമായിട്ട് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാത്തതായ യഹൂദജാതിയും സദൂക്യരും തുടങ്ങിയതായ മനുഷ്യവർഗങ്ങൾ എതിരായിട്ട് നിൽക്കുമെന്നറിയാം. അപ്പോൾ അങ്ങനെ ശക്തിയേറിയ എതിർപ്പ് വരുമ്പോൾ ഒരൊറ്റ മനുഷ്യനായിട്ട് നിൽക്കുന്ന ഈ പൗലോസിനെ എങ്ങനെ നിൽക്കാൻ കഴിയും? അവിടെ തുണയിക്കുവാനും സഹായിക്കുവാനും ആരുമില്ല.
അങ്ങനെയില്ലാത്ത അന്തരീക്ഷം മനസ്സിലാക്കി സ്വർഗത്തിലെ തമ്പുരാൻ തന്നെ നേരിട്ട് പറഞ്ഞു, നീ പേടിക്കണ്ട, ജാതികളുടെയും ജനത്തിൻ്റെയും നടുവിൽ ഞാൻ നിന്നെ രക്ഷിക്കും. ആ ഒരു വലിയ ഉറപ്പാണ് അവൻ്റെ മനസ്സിലിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന പൗലൂസ് ബന്ധിക്കപ്പെട്ടവനായിട്ട് പലരുടെയും മുമ്പിൽ വിസ്തരിക്കപ്പെട്ടവനായിട്ട്, ഫെലിക്സിൻ്റെയും ഫെസ്തോസിൻ്റെയും അഗ്രിപ്പാവിൻ്റെയും ഒക്കെ മുമ്പിൽ വിസ്തരിക്കപ്പെട്ടവനായിട്ട്, അനന്യാസിൻ്റെയും മുമ്പിൽ വിസ്തരിക്കപ്പെട്ടവനായിട്ട് നിൽക്കുന്ന കാഴ്ച വളരെ ശോചനീയമാണ്. അവന് അനുകൂലമായി നിൽക്കുവാൻ ഒരൊറ്റ വ്യക്തി പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത്, അവന് അനുകൂലമായിട്ട് നിൽക്കാനായിട്ട് സംസാരിപ്പാൻ ഒരു നേതാക്കന്മാരും ഒരുത്തരും കൂട്ടാളികളില്ലാത്ത സമയത്ത് തന്നെ ഏകനായിട്ട് നിർത്തിക്കൊണ്ട് ശക്തീകരിച്ച ദൈവകൃപയാണ് പൗലോസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് യഹൂദന്മാരും മതഭ്രാന്തന്മാരും ശാസ്ത്രിമാരും അവനെതിരെ അട്ടഹസിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, നിങ്ങൾ 26-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ അവന് അഗ്രിപ്പാവുമായുള്ള സംഭാഷണം ആ 26-ാം അധ്യായത്തിൽ കാണാം. അവനൊരു കാര്യം അഗ്രിപ്പാവിനോട് പറഞ്ഞു, അഗ്രിപ്പാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കുകയുമില്ല. ഞാൻ സ്വർഗീയമായ ദർശനം പ്രാപിച്ചവനാണ്. ആ ദർശനത്തിന് വിപരീതമായിട്ട് എന്തു സംഭവിച്ചാലും ഞാൻ അനുസരണക്കേട് കാണിക്കുകയില്ല. അങ്ങനെ അവൻ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവനെ കൊല്ലാൻ തക്കവണ്ണം, അവനെ നശിപ്പിക്കാൻ തക്കവണ്ണം വലിയ സമൂഹം അവൻ്റെ പിന്നിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അവന് സത്യം പറഞ്ഞു, ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യമല്ലാതെ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ആർക്കും ദോഷകരമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അവൻ വ്യക്തമായിട്ട് പറഞ്ഞെങ്കിലും അവനെ തകർത്ത് കളയാൻ പദ്ധതിയിട്ടപ്പോൾ രക്ഷപ്പെടുത്തുവാൻ വേറെ മാർഗമില്ല. സഹസ്രാധിപനും ശതാധിപന്മാരും എല്ലാം കൂടി ആലോചിച്ചു, ഇവനെ രക്ഷപ്പെടുത്തണം, മരണകരമായിട്ടൊന്നും അവൻ ചെയ്തിട്ടില്ല. എന്നാൽ അവർ കുറ്റം ആരോപിച്ചവരെ കൊല്ലാനായിട്ട് പരിപാടിയിടുകയാണ്. അങ്ങനെയുള്ളതൊക്കെ എന്താണ് ചെയ്യേണ്ടത്? അവരെ എങ്ങനെയെങ്കിലും നാട് കടത്തിയേക്കാം. അവൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ കൈസറെ അഭയം ചൊല്ലുന്നു, റോമൻ കൈസറെ അഭയം ചൊല്ലുന്നു. അങ്ങനെ വന്നപ്പോൾ റോമിലേക്ക് തന്നെ ഇവനെ വിടണമെന്നുള്ള ചിന്താഗതിയിൽ വന്ന് അഗ്രിപ്പാവ് അതിന് തുടർന്നു. വളരെ രഹസ്യമായിട്ട് രാത്രിയാമത്തിൽ തന്നെ പടയാളികളെ ഒരുക്കി, കുതിരച്ചവരെ ഒരുക്കി, കുന്തമെടുക്കേണ്ടവരെ ഒരുക്കി, കാലാൽപ്പടയെ ഒരുക്കി. അങ്ങനെ എല്ലാവരുടെയും കൂടെ നേതൃത്വത്തിൽ സഹകരണത്തിൽ പൗലോസിനെ റോമിലേക്ക് പോകുന്ന കപ്പലിൽ കയറ്റി. ആ കപ്പൽ യാത്രയാണ് 27-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 27-ാം അധ്യായത്തിൽ അതിൻ്റെ പല കാര്യങ്ങളും നമ്മൾ ശക്തമായിട്ട് ചിന്തിക്കേണ്ടതാണ്. 23-24 വാക്യത്തിൽ ഒക്കെ വളരെ ശക്തമേറിയ ദൂതാണ്. അവിടെ അവർ കയറ്റി കപ്പൽ മുന്നോട്ട് നീങ്ങി. വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും അവർ ഒരു ശുഭതുറമുഖം എന്ന് പറയുന്ന ഇടത്ത് ലെസയ്യ പട്ടണത്തിൽ ശുഭതുറമുഖത്ത് കപ്പൽ അടുത്തു. അവിടെ കുറേ നാൾ പാർത്തു സന്തോഷമായി കഴിഞ്ഞു. അവിടുന്ന് കപ്പൽ വിടാൻ നേരത്ത് പൗലോസ് ഒരു കാര്യം അവരോട് പറഞ്ഞു, ഈ കപ്പൽ ഇപ്പോൾ പോകാതിരിക്കുകയാണ് നല്ലത്. ഇവിടെ നമ്മൾ യാത്ര ചെയ്യാതിരിക്കുകയാണ് ഇപ്പോൾ നല്ലത്. കാരണം ഈ യാത്രയിൽ കപ്പലിനും ഇതിൽ യാത്ര ചെയ്യുന്ന പലർക്കും അപകടങ്ങളും അനർത്ഥങ്ങളും ഉണ്ടാകാൻ സാധ്യത ഞാൻ കാണുന്നു. ദൈവം എന്നോട് ഇടപെടുന്നു എന്ന് പറഞ്ഞു. പക്ഷേ കപ്പലുടമയുടെയും മാലുമിയുടെയും ആലോചന കേട്ട് ശതാധിപൻ പറഞ്ഞു, ആ ഉപദേശി പറയുന്നത് വിശ്വസിക്കേണ്ട. അയക്കെന്തറിയാം, കടലിലെ അവസ്ഥ അയക്കെന്തറിയാം, കാറ്റെങ്ങനെ അടിക്കുന്നു, എങ്ങോട്ട് പോകുന്ന അയക്കെന്തറിയാം. കടലിനെ കുറിച്ച് കൂടുതൽ നിശ്ചയമുള്ളതായ കപ്പിത്താനോട് പറഞ്ഞു, കപ്പൽ മുന്നോട്ട് പോകട്ടെ. ആ ഓർഡർ അനുസരിച്ച് ശതാധിപൻ കപ്പലിനെ നിയന്ത്രിച്ച് കൊണ്ടുപോവുകയാണ്. പക്ഷേ അധിക ദൂരം പോകേണ്ടി വന്നില്ല. പോയ വഴിക്ക് ഒരു തെക്കൻ കാറ്റടിച്ചു. തെക്കൻ കാറ്റടിച്ചപ്പോഴത്തേന് ഇവരവിടെ നിന്നുകൊണ്ട് തമ്മിൽ ഇവർ പക്ഷേ പൗലൂസിനെ കളിയാക്കുകയോ വിമർശിക്കുകയോ ചെയ്ത് കാണും.
അവൻ പറഞ്ഞു കൊടുങ്കാറ്റടിക്കും, പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞില്ലേ, കപ്പലിന് അപകടമുണ്ടെന്ന്. പക്ഷേ ഇപ്പാണ്ട് നമുക്ക് വടക്കോട്ട് പോകണം, നമുക്ക് അനുകൂലമായ രീതിയിലാണ് തെക്കൻ കാറ്റടിക്കുന്നത്. നമ്മൾ വളരെ വേഗത്തിൽ, ആഗ്രഹിച്ചതിലും വേഗത്തിൽ അക്കരെ ചെല്ലാൻ കഴിഞ്ഞേക്കും. ഈ ചിന്താഗതി വെച്ചുകൊണ്ട് അവർ പൗലൂസിന് നേരെ വിമർശനങ്ങളൊക്കെ പാസ്സാക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു. അവൻ്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞ് കാണും. പക്ഷേ പൗലൂസ് പറഞ്ഞത് സംഭവിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഇരമ്പി മറിഞ്ഞുകൊണ്ട് അലറിക്കൊണ്ട് ഇതാ വന്നിരിക്കുന്നു ഒരു കാറ്റ്. അതിൻ്റെ പേരാണ് ഈശാനമൂലൻ. ഈശാനമൂലൻ കാറ്റടിക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ല നിൽക്കുന്നത്, അത് തുടരെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കൊടുങ്കാറ്റടിക്കുന്നതിൻ്റെ ഭയങ്കരത്വം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഒറീസ മുതലുള്ളതായ ഇടങ്ങൾ തകർന്ന് തരിപ്പണമായ നാൾ നമുക്ക് മറക്കാനൊക്കെ ഇല്ല. ഇപ്പോൾ തന്നെ ലേറ്റസ്റ്റായിട്ട് അമേരിക്കയിൽ നടന്നതായ കൊടുങ്കാറ്റ് 365 വേഗത്തിലാണത് അഞ്ഞടിച്ചതെന്ന് മാധ്യമങ്ങളിലൂടെ കാണുന്നു. അത് തൂത്തെറിഞ്ഞുകൊണ്ട് കടന്നു പോയപ്പോൾ ഡാളസിൽ നിന്ന് വന്ന ഒരു ദൈവദാസനും ആ കുടുംബവും എൻ്റെ അടുക്കൽ വന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ദൈവദാസനെ, ഞങ്ങൾ താമസിക്കുന്നിടത്ത് 1 കിലോമീറ്റർ അപ്പുറത്ത് വരെ ആ കാറ്റ് ശക്തമായി വന്നിട്ട് അത് തിരിഞ്ഞുപോയി. അത് തിരിഞ്ഞു മാറിപ്പോയി. ഞങ്ങൾക്കൊരു ദോഷവും സംഭവിച്ചില്ല. ദൈവത്തിൻ്റെ സംരക്ഷണ വലയം കാറ്റിൻ്റെ മുമ്പിലും കടലിൻ്റെ മുമ്പിലും ഏതൊരു പ്രതിസന്ധിയിലും ദൈവമക്കൾക്കൊരു സംരക്ഷണ വലയം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ തള്ളിക്കളയേണ്ട. കൊടുങ്കാറ്റടിച്ച് അമേരിക്കയുടെ ഒരു ഭാഗം മുഴുവനും നശിച്ച് ഒന്നുമില്ലാതെയായി തീർന്നപ്പോഴും പാവപ്പെട്ട ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർക്ക് സംരക്ഷണം കൊടുത്തതായ ദൈവത്തിൻ്റെ കൃപ, ആ ദൈവത്തിൽ നമുക്ക് വിശ്രമിക്കാം, ആശ്രയിക്കാം. ഇവിടെ കാറ്റ് അതിശക്തമായി അടിക്കാൻ തുടങ്ങി. കപ്പൽ കിടന്നുലഞ്ഞു മറിയുന്നു, പായ്കളെല്ലാം ചുരുട്ടി വെക്കുന്നു. എന്നാൽ പക്ഷേ പ്രയോജനമില്ല. കാറ്റിൻ്റെ ഇരമ്പൽ മാത്രമാണ് കേൾക്കാനുള്ളത്. എപ്പോൾ തകരുമെന്നുള്ള ഭയത്തോടു കൂടി അവർ ഓരോ ദിവസവും കഴിഞ്ഞു കൂടുന്നു, ഓരോ മണിക്കൂറും കഴിഞ്ഞു കൂടുന്നു. അങ്ങനെ അവർ പോയിട്ട് ആ കപ്പലിലുണ്ടായിരുന്നവർ നമ്പർ വെറുതെ 276 പേര് കപ്പലിലുണ്ട്. കുറ്റവാളികളുണ്ട്, പിന്നെ നല്ലവരും ഇതിനകത്തുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, കപ്പിത്താനുണ്ട്, മാലുമിയുണ്ട്, ശതാധിപനുണ്ട്. ഇവരെല്ലാം ചേർന്ന് 276 പേരടങ്ങുന്ന സംഘം അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാതെ നടുക്കടലിൽ, ആഴമുള്ള കടലിൽ, തിരമാല ഇരമ്പിക്കേറുന്ന ഇടത്ത്, കൊടുങ്കാറ്റ് വീശിയടിക്കുന്ന ഇടത്ത് രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ലാതെ, എത്ര പരിചയസമ്പന്നരായാലും എത്ര പാരമ്പര്യമുള്ളവരായാലും കഴിവുള്ളവരായാലും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരു പലരും ബലഹീനരായിട്ട് നിർജ്ജീവമായിട്ട് വീണു. രാത്രികൾ പലത് കഴിഞ്ഞു, പകലുകൾ പലത് കഴിഞ്ഞു. പക്ഷേ രാത്രിയും പകലും തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണമായി തീർന്നിരിക്കുന്നു. സൂര്യനെ കണ്ടിട്ട് നാളുകളായി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നാളുകളായിട്ട് സൂര്യനെ പോലും കാണാതെ, പ്രകാശം കാണാതെ നിൽക്കുന്നതായ പ്രിയപ്പെട്ടവർ മരണത്തെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും മരണദൂതനവരെ തട്ടിക്കൊണ്ട് പോകും. ആ വല്ലാത്ത സ്റ്റേജിലെത്തിയപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, വിശ്രമമില്ല, സ്വസ്ഥതയില്ല. 14 രാവും പകലും ഒരുപോലെ ഭക്ഷണം കഴിക്കാതെ, ഉറങ്ങാതെ, വിശ്രമിക്കാതെ കഴിഞ്ഞുകൂടിയെന്ന് പറഞ്ഞാൽ നമുക്ക് നിരൂപിക്കാൻ കഴിയുകയില്ല. ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വരുന്ന ക്ഷീണം ഓരോരുത്തർക്കും അറിയാം. 14 രാവും 14 പകലുമായിട്ടവർ കഴിഞ്ഞുകൂടുകയാണ്. നിങ്ങൾ ഓർത്ത് നോക്കിയേ എത്ര കഷ്ടമാണെന്ന്. എന്നാൽ ഈ സമയത്ത് ഇതെല്ലാം തിരിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ പുറത്തേന് ഒറ്റപ്പെട്ടവനാണ്. ആരും അനുകൂലമില്ല. അവൻ ഒറ്റപ്പെട്ട പൗലൂസ് ആ കപ്പലിൻ്റെ അടിത്തട്ടിൽ മാറിയിരുന്ന് അവൻ ഉപവസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അവൻ അവിടെ ദൈവസന്നിധിയോട് മധ്യസ്ഥ ചെയ്യുകയാണ്. അവൻ ജനത്തിന് വേണ്ടി, ഈ കപ്പലിലുള്ളവർക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥത ചെയ്യുകയാണ്. അവൻ്റെ പ്രാർത്ഥനാ മധ്യേ സ്വർഗം അർദ്ധരാത്രിയിൽ അവനോട് ഇടപെട്ടു.
അർദ്ധരാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ദൂതൻ പൗലോസിന് ഇടപെട്ടു. അവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ഈ പറയുന്ന യാത്രക്കാരെ മുഴുവൻ വിളിച്ചു നിർത്തി, ബോധം പറഞ്ഞ പോലെ ക്ഷീണിച്ച് കിടക്കുന്നവരെയെല്ലാം വിളിച്ച് അവരോട് പറഞ്ഞ വാചകം 27-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 22-ാം വാക്യോട്, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിന് അല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അവൻ ഇവരെ വിളിച്ചു നിർത്തി എല്ലാവരുടെ മുമ്പിൽ ഒരു പ്രസംഗം, കൊച്ചു പ്രസംഗം അങ്ങ് നടത്തി. ഇതുവരെ പൗലോസിന് പ്രസംഗിക്കാൻ അനുവാദമില്ല. കുറ്റവാളിയാണ്, പ്രതിക്കൂട്ടി നിൽക്കുന്നവനാണ്, മിണ്ടാൻ പറ്റിയല്ല. പക്ഷേ സകലീനത്തിൻ്റെ വായടച്ചുകൊണ്ട് മിണ്ടാൻ കഴിയാത്ത മിടുക്കന്മാർ, ശതാധിപന്മാർ, പടനേതാക്കന്മാർ, കപ്പിത്താനോ എല്ലാം അങ്ങനെ മിടുക്കരായിട്ട് കഴിഞ്ഞുകൂടിയവരുടെ ഇടയിൽ ഇന്നവരുടെ വായ പൊളിയുന്നില്ല, അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. എന്ത് ഭവിക്കുമെന്ന് അറിയാൻ പാടില്ലാത്ത പരാക്രമമാണ്. പ്രിയപ്പെട്ടവരെ, അന്നും ഇന്നും അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണകർത്താക്കൾക്ക് അനേകർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഒരു രാഷ്ട്രത്തലവനും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എല്ലാറ്റിനെയും വിറപ്പിച്ചുകൊണ്ടാണ് പുതിയ കൊറോണ വീണ്ടും ഇറങ്ങിയിരിക്കുന്നു, കോവിഡ് ഇറങ്ങിയിരിക്കുന്നു, പലതും ഇനി ഇറങ്ങാൻ പോകുന്നു. ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയാത്ത രാഷ്ട്രത്തെ ഭരിച്ച് നടത്തുന്ന രാഷ്ട്ര നേതാക്കന്മാർക്ക് ഭയം തട്ടിയിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ നേരിടുമെന്നറിയാതെ അങ്ങനെ പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ പരിഭ്രമത്തിൽ പരിഹാരം വരുത്തുവാൻ ഒരാൾക്കേ കഴിവുള്ളൂ. സ്വർഗത്തെയും ഭൂമിയെയും അധോലോകത്തെയും സൃഷ്ടിച്ച, ഭൂമിയെയും അതിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച, ആകാശത്തെയും അതിൽ കാണുന്നതായ സൗരയൂഥത്തിൽ കാണുന്ന എല്ലാ ഗോളങ്ങളെയും സൃഷ്ടിച്ച, പ്രൈസ് ദി ലോർഡ്, സൃഷ്ടിതാവെന്ന് പറയുന്നത് ഒരുവൻ മാത്രമേ ഉള്ളൂ. അവൻ യഹോവയായ ദൈവം മാത്രമാണ്. അവന് മാത്രമേ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. അവന് മാത്രമേ കൺട്രോൾ ചെയ്യാനൊക്കെയുള്ളൂ. അതുകൊണ്ട് അവനിലെ ആശ്രയിക്കുന്നവർ ലജ്ജിച്ച് പോകേണ്ടി വരികയില്ല. അന്ന് ഈശാന മൂലം അടിച്ചതിനേക്കാൾ കട്ടിയായ കാറ്റാണ് ഇന്ന് വീശിച്ചുകൊണ്ടിരിക്കുന്നത്. ജനത്തിൻ്റെ നടുവിൽ ഭയങ്കരമായിട്ട് വീശിയടിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ വിറ്റിരിക്കുക. ദൈവം നമ്മെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ ഇത് അവൻ എഴുന്നേറ്റ് നിന്ന് അവരെ വിളിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിക്കാതെയായിട്ട് 14 ദിവസം കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളെ പേടിക്കണ്ട. ഞാനൊരു സത്യം നിങ്ങൾ പറയാം, ഞാൻ സേവിച്ചു വരുന്നവരും, അവിടെ ഓർക്കണം, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ നടുക്കടലിൽ, ഈ കൊടുങ്കാറ്റിൻ്റെ വീശിയടിക്കുന്നിടത്ത്, കപ്പൽ മുഴുവൻ തകർന്ന അവസ്ഥയിൽ കപ്പലുള്ളവരെല്ലാം ബോധം കെട്ട പോലെ കിടക്കുമ്പോൾ, മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് ചിന്തകളും വിചാരങ്ങളും ആഗ്രഹങ്ങളും നിരൂപണങ്ങളും ഭാവിയെക്കുറിച്ചുള്ളതായ എല്ലാവിധമായ പദ്ധതികളും അങ്ങനെ നശിച്ച അവസ്ഥയിൽ കിടക്കുമ്പോൾ, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു. സ്വർഗത്തിലെ ദൂതനെ അയച്ചാൽ അവന് തിരമാല വിഷയമല്ലല്ലോ, അവന് കൊടുങ്കാറ്റ് വിഷയമല്ല. കാറ്റിനെയും കടലിനെയും ഉണ്ടാക്കിയവനായ ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിൽ നിൽക്കുന്ന ദൂതന് ഒന്നിനെ ഭയപ്പെടേണ്ട. അവൻ ഫ്ലൈറ്റ് ചെയ്തു, അവൻ കടലിൽ മീതെ പറന്നു, അവൻ ഈ കപ്പലിൽ വന്ന് ഇറങ്ങി. കപ്പലിൻ്റെ അടിത്തൊട്ടിൽ നിന്ന് മുഴങ്കാലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസനെ മുട്ടി വിളിച്ച് പറഞ്ഞു, സ്തോത്രം, ഭയപ്പെടേണ്ട, ഈ കപ്പലിനല്ലാതെ ഇതിൽ യാത്ര ചെയ്യുന്ന ഒരൊറ്റ ജീവിതങ്ങൾക്കും ഒരു ഹാനിയും വരികയില്ല.
കഴിഞ്ഞ നാളുകളിലെ ഓരോ കൽപ്പനകളും പൗലോസ് ഓർപ്പിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ കപ്പൽ ഇവിടുന്ന് വിടരുതെന്ന്, ശുഭതുറമുഖത്തുനിന്ന് പോകരുത് പറഞ്ഞല്ലേ. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെ, ഞാനൊരു ഉപദേശി, ഞാൻ ബലഹീനൻ, എനിക്ക് സാഹിത്യമില്ലാത്തവൻ, പുതിയവനും കൂടെയില്ലാത്തവൻ, ഒറ്റപ്പെട്ടവൻ, പെന്തക്കോസുകാരൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടിരുന്നു എങ്കിൽ ഈ അനർത്ഥം ഭവിക്കയില്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാടിനെ തള്ളിക്കളഞ്ഞിട്ട് ബുദ്ധിമാന്മാരുടെ ആലോചന കേട്ട് നീ മുന്നോട്ട് പോയതിൻ്റെ പരിണിത ഫലം. ഇന്ന് ബുദ്ധിമാന്മാർക്കുള്ളതായ പ്രാധാന്യം മറ്റാർക്കുമില്ല, പ്രാർത്ഥനയ്ക്കില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ, ഏതൊരു ബുദ്ധിമാനും ഏതൊരു മിടുക്കനും ഏത് വമ്പനും കൊമ്പനും ഒരു നിമിഷം കൊണ്ട് തീർന്നു പോകുന്നുള്ള സത്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നുണ്ടോ? കോടികൾ 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 ചരതിച്ച് വെച്ചിട്ട് ആർക്കായി എന്തായിത്തീരുന്നു? എന്ത് സമ്പാദ്യങ്ങളുണ്ടായി, എന്ത് പേരും പെരുമയും ഉണ്ടാക്കി ലോകത്തെ മുഴുവനും തൻ്റെ ശബ്ദത്തിന് മുമ്പാകെ അല്ലെങ്കിൽ തൻ്റെ പേരിൻ്റെ മുമ്പാകെ കീഴടക്കി പോകാമെന്ന് വിചാരിച്ചാലും ആ പേര് അവസാനിക്കുന്ന ഒരു നിമിഷമുണ്ട്. ഒരുപക്ഷെ നീ ഉറങ്ങാൻ കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ നിൻ്റെ സമ്പാദ്യങ്ങളും നിൻ്റെ പ്രവർത്തനങ്ങളും എന്തായി? നീ പകൽ രാവിലെ ഇറങ്ങി യാത്ര ചെയ്യാൻ ഇറങ്ങി മടങ്ങി വന്നില്ലെങ്കിൽ നിൻ്റെ അവസ്ഥ എന്തായി? വളരെ വിവേകത്തോടെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. പോട്ടെ, ഞാൻ മടങ്ങി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഉടയവൻ, ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രി എന്നോട് ഇടപെട്ടു. രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടൽ രാത്രി ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കുന്നവരാകണം. പ്രൈസ് ദി ലോർഡ്. രാത്രിയിൽ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കുന്നവരാകണം. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ കാണാവുന്ന ഒരു സത്യമുണ്ട്. പൗലോസ് കൊരിന്തിൽ ഇറങ്ങി. കൊരിന്തിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായിട്ട് ഒരു സംഘം എഴുന്നേറ്റു. അവർ വസ്ത്രം കുടഞ്ഞ് കീറിയിട്ട് ഇത് ദുരുപദേശമെന്ന് പറഞ്ഞ്, ഇത് ചതിക്കുന്നവരെന്ന് പറഞ്ഞ് പൗലോസിൻ്റെ ഉപദേശത്തെ നഖശികാന്തം എതിർത്തുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ജനത്തെ കണ്ടപ്പോൾ പൗലോസ് തീരുമാനിച്ചു, ഇവരുടെ ഇടയിൽ നീക്കേണ്ട സ്ഥലം വിട്ടേക്കാം. കാരണം ഞാൻ പ്രസംഗിക്കുന്ന ഒരു വാക്ക് പോലും ഒരേറ്റെടുക്കുന്നില്ല, അവർ അംഗീകരിക്കുന്നില്ല, അവർ തള്ളിക്കളയുന്നു. ഇത് ബുദ്ധിപൂർവം പ്രാപിച്ചവരുടെയോ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചവർ പറയുന്ന പോലെയാണെന്ന് വ്യാഖ്യാനിച്ച് അവർ ഇതിനെ എതിർക്കുന്നു. എന്തിന് ഞാൻ എൻ്റെ സമയം പാഴാക്കുന്നു? പൗലോസ് അവിടുന്ന് സ്ഥലം വിടാൻ തുടങ്ങി. അങ്ങനെ ചിന്തിച്ചപ്പോൾ ആ രാത്രിയിൽ, നിങ്ങൾ 18-ാം അധ്യായം വായിച്ചോളണം, ആ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ അവനോട് ഇടപെട്ടു. കാരണം പകലത്തെ എതിർപ്പുകളെല്ലാം കണ്ട് രാത്രി അവൻ മുട്ടിന്മേലിരുന്ന് കരയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, രാത്രിയിരുന്ന് ആരുടെയും ശല്യമില്ലാതെ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രി ദൈവം ഇടപെടുകയാണ്. പൗലോസേ, നീ ഇവിടം വിട്ട് പോകണ്ട. നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഈ പട്ടണത്തിൽ, ഈ നാട്ടിൽ ഞാൻ അനേക ജീവിതങ്ങളെ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. അനേകരെ നിനക്ക് ആദായമാക്കേണ്ടതുണ്ട്. രാത്രിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് രാത്രിയുടെ യാമത്തിൽ ഇറങ്ങി വന്ന ദൂതൻ സംസാരിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിൽ കാണാവുന്ന കാര്യം. അപ്പോസ്തലപ്രവൃത്തി 23-ാം അധ്യായത്തിൽ വലിയ അനുഭവം അവിടെയുണ്ട്. അനന്യാസിന് മുമ്പിൽ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അനന്യാസുമായിട്ട് ഏറ്റുമുട്ടുന്നു. മൂപ്പന്മാരുമായിട്ട് അവൻ പോരാടിക്കൊണ്ടേയിരിക്കുന്നു. മഹാപുരോഹിതനുമായിട്ട് പോരാടുകയാണ്. മഹാപുരോഹിതന് മുമ്പിൽ അവൻ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ അന്യായമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ദൈവസന്നിധിയിൽ മാന്യമായിട്ടും ഞാൻ ദൈവസന്നിധിയിൽ ജീവിച്ചത് എങ്ങനെയാണെന്ന് കേട്ടുകൊള്ളുക. 23-ാം അധ്യായത്തിൽ അവൻ പറഞ്ഞു, ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസാക്ഷിയോടുകൂടി ദൈവത്തിൻ്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കേവലം നല്ല മനസാക്ഷിയോടുകൂടി ദൈവത്തിൻ്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് സാക്ഷി പറഞ്ഞു. ഒരു മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല, ഒരുത്തർക്കിടഞ്ഞ് ഓടിയിട്ട് പോലുമില്ല.
ഒരു നുണ പറഞ്ഞിട്ടില്ല, ആർക്കും വിരോധമായിട്ട് വിമർശിച്ചിട്ടില്ല, ഞാൻ ഒരു ദോഷം ചെയ്തിട്ടില്ല. ഇന്ന് വരെ ഞാൻ നല്ല മനസ്സാക്ഷിയോടെ നടന്നിരിക്കുന്നു. അത് കേട്ട ഉടനെ മൂപ്പന് അവിടെ ഇരുന്നുകൊണ്ട് മഹാപുരോഹിതൻ പറഞ്ഞു, അടിക്കടാ അവൻ്റെ മുഖത്ത് നിന്ന്. വെറുതെ പാവത്തിനിട്ട് തല്ലാനായിട്ട് തന്നെ ഇരിക്കുകയാണ്, കുറ്റവും ഇല്ലാതെ. ഒരു തെറ്റും ചെയ്യാത്തവനെ പിടിച്ചു നിർത്തി തല്ലുകയാണ്. ഇന്നും അത് ധാരാളമായിട്ട് വടക്കേണ്ടിയിലൊക്കെ നടക്കുന്നുള്ളത് കേൾക്കുന്നു. ഒരു തെറ്റും ചെയ്യാത്തവനെ പിടിച്ചിട്ട് തല്ലുക, കൊല്ലുക, അവനെ വഴിയിലിട്ട് വലിച്ച് ചിന്തിക്കളയുക, എന്തെല്ലാം ഭയങ്കരത്വങ്ങളാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. പൗലൂസിനെ അടിക്കാൻ പറഞ്ഞു. പൗലൂസ് അത് കേട്ട് പേടിച്ചോടിയവനല്ല, എന്നെ തല്ലരുതേ എന്നൊന്നും പറഞ്ഞില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ ചങ്കൂറ്റം, ആ ദൈവകൃപ ഞാൻ അവിടെ കാണുക. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ട് പൗലൂസിൻ്റെ പ്രതികരണത്തിൽ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ദൈവം നിന്നെ അടിക്കും. മഹാപുരോഹിതനാണ് പറഞ്ഞത്, ദൈവം നിന്നെ അടിക്കും. അതൊരു പ്രവചനമാണ്. ദൈവം നിന്നെ അടിക്കും. ദൈവത്തെയും ദൈവത്തിൻ്റെ ആലോചനയും തള്ളിക്കളഞ്ഞ് ദൈവദാസന്മാരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന നിന്നോടൊരു ദൂത് ദൈവാത്മാവ് പറയുന്നു, സ്നേഹിത, നിർത്തവിടെ, നിന്നെ ദൈവം അടിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ, ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളുടെ ആരാധനാലയങ്ങൾ പൊളിച്ചു കളഞ്ഞ് ആരാധിക്കുന്നവരെ വഴിത്തലയ്ക്കൽ വെട്ടിനുറുക്കി അവരുടെ കിടപ്പിടങ്ങൾ പിഴുതെടുത്ത് എറിഞ്ഞു കളഞ്ഞ് അവർക്ക് സ്വസ്ഥത കൊടുക്കാതെ പോലീസിനെയും മറ്റും വരുത്തി നശിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നിന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഒരു ദൂത് പറയാനുണ്ട്. ദൈവം നിന്നെ അടിക്കും. ദൈവം നിന്നെ അടിക്കും. പാവപ്പെട്ട സാഹിബിനെയും അവൻ്റെ കുഞ്ഞുങ്ങളെയും ദഹിപ്പിച്ച് കളഞ്ഞ സംഭവം മറക്കാനൊക്കെ ഇല്ല. ഒറീസയിലെ എന്താ സംഭവിച്ചത്? ഒരു കാറ്റങ്ങോട്ട് അടിച്ചപ്പോൾ ഈ മിടുക്കന്മാരുടെയും മിടുക്കുകളുടെയും അധികാരങ്ങളുടെയും എല്ലാം അടിത്തറ ഇറങ്ങിപ്പോയി. ദേശം മുഴുവന് നശിപ്പിച്ച് കളഞ്ഞു. ഒരു കാറ്റടിച്ച് നശിപ്പിച്ച് കളഞ്ഞു. ദൈവത്തിൻ്റെ ന്യായവിധി. ഇതുപോലെ ദൈവം നിന്നെ അടിക്കും. വെള്ള തേച്ച ചുവരെ ന്യായപ്രമാണപ്രകാരം നീ ഭരിക്കാനിരിക്കുകയും ന്യായപ്രമാണത്തെ വിരോധമായിട്ട് എന്നെ അടിക്കുകയും ചെയ്യുവാൻ കൽപ്പിക്കുന്നത് എന്ത്? പൗലോസ് അങ്ങ് ഖേദിച്ചു. ആരോ പറഞ്ഞു, നീ മഹാപുരോഹിതനോടാണോ സംസാരിക്കുക വെച്ചു. അദ്ദേഹം പറഞ്ഞു, അയ്യോ, മഹാപുരോഹിതനാണ്, നീ ഞാൻ അറിഞ്ഞില്ല, ക്ഷമിക്കണം, അത് പ്രതിയെ ദൂഷിക്കരുത് എന്ന പ്രമാണം ഉണ്ടല്ലോ, ഞാൻ അങ്ങനെയാണ് ചെയ്തതെങ്കിൽ ക്ഷമിച്ചേരെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു ജനം തടിച്ചുകൂടുകയാണ് അവനെ കൊല്ലാൻ. അങ്ങനെ കൂട്ടാലോചന ഭയങ്കരമായിട്ട് നടക്കുന്ന സമയത്ത് ഒരു കൂട്ടം ഇവനെ കൊല്ലാൻ വേണ്ടി അങ്ങനെ പദ്ധതി ഇട്ടിരിക്കുകയാണ്. അവർ ഉപവാസം പ്രഖ്യാപിച്ചു. അത് ഒന്നിനും പേരല്ല, 40 മിടുക്കന്മാർ, ഉഗ്രന്മാർ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഉപവാസം പ്രഖ്യാപിച്ചു. എന്തിന്? ഇവനെ കൊല്ലാൻ വേണ്ടി. ആ വാർത്ത ആരും അറിയുന്നില്ല എന്ന് വിചാരിച്ചു. പക്ഷേ പൗലോസിൻ്റെ പെങ്ങളുടെ മകൻ ഇത് മണം പിടിച്ച് മനസ്സിലാക്കി. അവൻ ചെയ്ത് പൗലോസിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്, എന്താണെന്ന് ചോദിച്ചു. നീ സഹസ്രാധിനോട് വിവരം പറ. അവൻ സഹസ്രാധിനെ വിളിച്ച് പറഞ്ഞു, ഈ പയ്യൻ എന്തോ രഹസ്യം പറയാനുണ്ട്. വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി ചോദിച്ചു, എന്താ നിനക്ക് പറയാനുള്ളത്? അവൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നു. 40 പേരാണ് അതിന് ഉപവാസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവനെ കൊല്ലും. നീ ഇവനെ കൈസരുടെ മുമ്പാകെ നിർത്താൻ കഴിയാത്തതുകൊണ്ട് നീ കുറ്റവാളിയായി മാറ്റപ്പെടും. വേണ്ടത് ചെയ്തോളാൻ പറഞ്ഞവൻ സ്ഥലം വിട്ടു. ആരും അറിയാതെ രഹസ്യത്തിൽ ഈ ദൂത് അങ്ങ് കിട്ടിക്കഴിഞ്ഞപ്പോൾ സഹസ്രാധിപൻ അവരെ വിളിച്ച് മാറ്റി അവിടുന്ന് ഫെലിക്സിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുകയാണ്. ദൈവം ഓർത്തുകൊള്ളണം, ആ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് ഇടപെട്ടു എന്ന് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവരോ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. പൗലോസ് അവിടെ നിന്ന് അപ്പം പാക്ക് ചെയ്ത് വെച്ചിരുന്നെല്ലാം എടുത്തുകൊണ്ട് വന്നു. കപ്പലിലുണ്ടായിരുന്ന സകല ഭാരങ്ങളും സകല ലോഡുകളും ലഗേജുകളും മുഴുവൻ ഇതിനോടകം കപ്പലിലെ യാത്രക്കാർ മുഴുവൻ എടുത്ത് കടലിൽ കളഞ്ഞു. കപ്പലിൻ്റെ ഭാരം കുറച്ചു. പക്ഷേ കാറ്റ് നിൽക്കുന്നില്ല.
മരണദൂതൻ മാറിപ്പോകുന്നില്ല. അങ്ങനെ വല്ലാത്ത അപകട മേഖലയിൽ നിൽക്കുമ്പോൾ പൗലൂസിൻ്റെ വാക്കിനോട് വലിയ പ്രസക്തിയുണ്ട്. അവൻ എഴുന്നേറ്റ് പറഞ്ഞത്, 14 ദിവസമായി നിങ്ങൾ ആഹാരം കഴിക്കാതെ കിടക്കുന്നെന്നാൽ ഒരു കാര്യം തുറന്നു പറഞ്ഞേക്കാം, ഈ രാത്രിയിൽ എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനായ ദൈവത്തിൻ്റെ ദൂതൻ എന്നോട് പറഞ്ഞിരിക്കുന്നു, ഈ കപ്പലിനല്ലാതെ ഇതിൽ യാത്ര ചെയ്യുന്ന ഒരുത്തർക്കും ഒരു കേടും വരികയില്ല, ദോഷം വരികയില്ലെന്ന്. നിങ്ങൾ വിശ്വസിക്ക്. അപ്പോൾ അവർക്ക് തോന്നി, ഇവൻ നേരത്തെ പറഞ്ഞ് വിശ്വസിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം വരികയില്ലായിരുന്നു. ഇപ്പോഴും അവൻ തന്നെ പറയുന്നു, ഈ കപ്പലിനെ കേടുവരൂ, ജനത്തിന് കേടുവരികയില്ല. അവൻ പറഞ്ഞങ്ങ് ഏറ്റെടുത്തേക്കാം. അവൻ അവിടെ ഒന്നുകൊണ്ട് എല്ലാവരെയും വിളിച്ചെഴുതിപ്പിച്ചു. ചെന്ന് ഡൈനിങ് റൂമിലിരുന്ന പൊറോട്ട അല്ലെങ്കിൽ റൊട്ടി അവർ എടുത്തുകൊണ്ട് വന്ന് അവിടെ വെച്ച് എല്ലാവരും കാണുക മേലോട്ട് നോക്കി പൗലോസ് പ്രാർത്ഥിച്ചു. പ്രതിക്കൂട്ടി നിൽക്കുന്നതായ ദൈവത്തിൻ്റെ ദാസനെ, നീ ഇന്ന് പ്രതിയല്ല, നീ ആ ജനത്തിൻ്റെ നടുവിൽ അധ്യക്ഷനായി മാറിയിരിക്കുകയാണ്. ആ ജനത്തിൻ്റെ നടുവിൽ നീ നേതാവായി മാറിയിരിക്കുകയാണ്. ഒരു സമയത്ത് നിന്നെ നിന്ദിച്ച് തള്ളിക്കളഞ്ഞെന്നാലും നിന്റെ കുടുംബക്കാരും ചർച്ചക്കാരും പ്രിയപ്പെട്ടവരോ വെറുത്താലും ദൈവം തരുന്ന മറ്റൊരു ദിവസം അവർ നിന്നെ മാനിക്കുന്നതായിട്ട് കാണേണ്ടി വരും. അവർ നിന്നെ ഉയർത്തും, അവർ നിന്നെ ആദരിക്കും. ദൈവം അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അനേക ജീവിതങ്ങളെക്കുറിച്ച് അറിയാം. ദേശത്തിന് മുമ്പ് നിന്നാ വിഷയമാക്കി, ഒറ്റപ്പെടുത്തി, ആരും സഹായം ചെയ്യാതെ, ഒരു കയറിയിറങ്ങുന്ന ബന്ധം പോലുമില്ലാതെ അകറ്റി നിർത്തി എത്രയോ കുടുംബങ്ങളെ വീണ്ടും ഈ കുടുംബക്കാരും ബന്ധക്കാരും ഒക്കെ ചർച്ചക്കാരും വന്ന് സ്നേഹിച്ച് മടക്കി വിളിച്ച് അവർ ഒന്നിച്ചു പോയി നല്ല നേതാക്കന്മാരായിട്ട് മിടുക്കന്മാരായി നിൽക്കുന്ന എത്ര പേരെ കാണണം. ഒരു സമയത്ത് അവർക്ക് ഈ സത്യം ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ നമ്മെ നിന്ദിച്ചെന്ന് വരാം. എന്നാൽ പിന്നത്തെ ഇതിൽ ദൈവപ്രവൃത്തി കാണുമ്പോൾ അവർ ദൈവത്തെ സേവിച്ചത് നന്നായി എന്ന് പറയുന്നൊരു അനുഭവം ഉണ്ടാകും. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ സംഭവിച്ചത് അങ്ങനെയാണ്. അവിടുത്തെ കിച്ചൺ പ്രൊഫസർ, എൻ്റെ ഭാഷയത്, കിച്ചൺ പ്രൊഫസറൊക്കെ ഒന്നും ചെയ്യാൻ കഴിയാത്തവരായിട്ട് നിൽക്കുമ്പോൾ പൗലൂസ് അപ്പം എടുത്ത് അവൻ മേലോട്ട് നോക്കി സ്തോത്രം ചെയ്തു, പ്രാർത്ഥിച്ചു. എല്ലാ മിടുക്കന്മാർക്കും, കപ്പിത്താനും മാലുമിക്കും ശതാധിപനും പടയാളികൾക്കും പ്രതിക്കൂട്ടി നിൽക്കുന്ന കുറ്റവാളികൾക്കും എല്ലാം കൊടുത്തവരെ തീറ്റി. ശേഷിച്ചത് അവൻ കടലിലേക്ക് എറിഞ്ഞു. ഇനിയോ ഒരു ഭക്ഷണം ഇവിടെ കഴിക്കേണ്ടി വരിക, കാരണം കപ്പൽ ഇത് വരാൻ പോകുക. ഈ കപ്പൽ 2 കടലിടുക്കൾ ചേർന്നായ ഭാഗത്തൂടെ ഓടി അത് ചെന്ന് ഒരിടത്ത് ഇടിച്ചു നിന്നു. അവിടെ എഴുതിയിരിക്കുന്നത് 27-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കടൽ കൂടിയൊരു സ്ഥലത്തിന്മേൽ ചെന്ന് കയറുകയാൽ കപ്പൽ അടിഞ്ഞു, അണിയം ഉറച്ചു, ഇളക്കമില്ലാതെയായി, അമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞുപോയി. പ്രൈസ് ദി ലോർഡ്. ഓർക്കണം, കപ്പലിൽ നാശം വരാൻ പോകുന്നു എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ ആർക്കും കേടുവരികയില്ല, പക്ഷേ കപ്പൽ തകരും, ഭക്ഷണം കഴിക്ക് എന്ന് പറഞ്ഞ് കഴിപ്പിച്ചപ്പോൾ അവിടെ ഇരുന്ന് അതിബുദ്ധി കാണിക്കുന്ന ചില കപ്പൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെന്ത് ചെയ്യുന്നറിയാമോ? കപ്പലിലെ ലൈഫ് ബോട്ട് ഇറക്കി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്നുള്ള പദ്ധതി പ്ലാൻ ചെയ്തു. അവർ നങ്കൂരം ഇടാൻ പോവുകയാണെന്നുള്ള ഭാവത്തിൽ ലൈഫ് ബോട്ടുമായിട്ട് പോയിട്ട് കടലിലേക്ക് അവർ ഇതിറക്കി. ഉടനെ ദൈവദർശനമുള്ളതായ ദൈവദാസൻ, വെളിപ്പാടുള്ള ദൈവദാസൻ, ദൈവാലോചന കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരും ഇറങ്ങി രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ഓടരുത്. ആർക്കും കടലിൽ ഇറങ്ങി രക്ഷപ്പെടാൻ കപ്പൽ കയറുമ്പോൾ നിങ്ങൾ തകരുമെന്ന് പേടിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഈ കപ്പലിൽ വസിച്ചിട്ടല്ലാതെ ആർക്കും രക്ഷപ്പെടാൻ കഴിയുകയില്ല. പൗലോസ് തീർത്തു പറഞ്ഞു, ഈ കപ്പൽ തകരും, പക്ഷേ കപ്പലിൽ വസിക്കാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാനൊക്കെയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിശുദ്ധമായ ദൈവസഭയാകുന്ന കപ്പലിൽ വിശ്വാസത്തിൻ്റെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ദൈവത്തെ സേവിച്ചുകൊണ്ട് നിൽക്ക്. ലോകത്തിന് നാശങ്ങൾ സംഭവിക്കും,
നാശങ്ങൾ സംഭവിക്കും. അനേകരെന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കും. രാഷ്ട്രത്തലവന്മാർ അവിടെ ബുദ്ധി കെട്ടുപോകും. കാരണം അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പാടാത്ത അവസ്ഥകൾ വരും. യുദ്ധങ്ങളുണ്ടാകും, യുദ്ധശ്രുതികളുണ്ടാകും. പ്രതീക്ഷിക്കാത്ത പുതിയ പുതിയ മാരകായുധങ്ങൾ ദേശത്തിന്മേൽ വന്ന് പതിക്കും. പ്രതീക്ഷിക്കാത്ത രോഗങ്ങൾ പടർന്നുകൊണ്ടേയിരിക്കും. ശവക്കുഴി എടുത്ത് കുഴിച്ചിടാൻ കഴിയാത്ത അവസ്ഥയിൽ ശവം കൂമ്പാരങ്ങൾ വരുന്ന സമയം വരുന്നു. ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊള്ളുക. എന്നാൽ ഒരു ദോഷം വരാത്ത ഇതുണ്ട്. ദൈവത്തെ സ്നേഹിച്ചും ആരാധിച്ചും സ്നേഹിച്ചും കഴിഞ്ഞുകൂടുന്ന ദൈവമക്കൾക്ക് ഒരു ദോഷം കൂടാതെ സ്വർഗം കാത്ത് ഇവിടെ എന്തെല്ലാം സംഭവിച്ചാലും ആ പാവപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധന്മാരായ ദൈവമക്കളെ അവൻ്റെ വീട്ടിലേക്ക് ചേർത്തുകൊള്ളും. ഈ കപ്പലിന് ദേശം നീ വസിച്ചല്ലാതെ നിനക്ക് രക്ഷപ്പെടാനൊക്കെ ഇല്ല. അവനെ കയറ് അറുത്ത് വിട്ട് അവിടെ നിന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പൗലോസ് തീർത്ത് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ദോഷവും സംഭവിക്കുകയില്ല. ആ കപ്പൽ ഇത് പറഞ്ഞ് വായിനാക്കിടുന്നതിന് മുമ്പേ 2 കടലിടുക്കളുടെ നടുവിൽ ചെന്ന് കരയിലേക്ക് കയറി എങ്ങാണ്ട് ചെന്ന് ഇടിച്ച് കരഭാഗം പൊങ്ങിക്കിടക്കുന്ന ഭാഗത്ത് എവിടെയോ ചെന്ന് ഇടിച്ച് അതിൻ്റെ അണിയം ഉറച്ചുപോയി എന്ന് എഴുതിയിരിക്കുന്നു. അണിയം ഉറച്ചുപോയി. ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അണിയം ഉറച്ചുപോയി, അമരം തകർന്നു പോയി എന്ന് എഴുതിയിരിക്കുന്നു. ഇളകിപ്പോയി. ഈ കപ്പലിൻ്റെ അണിയം എന്ന് പറയുന്നത്, ഞാൻ അതിനൊരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. അണിയം എന്ന് പറയുന്നത് പുറകിലാണോ മുമ്പിലാണോ? അണിയം പിമ്പിലല്ല, അണിയം മുമ്പിലാണ്. പ്രൈസ് ദി ലോർഡ്. അമരമെന്ന് പറയുന്നത് പിൻഭാഗമാണ്, അത് ഉയർന്നു നിൽക്കും. അപ്പോൾ അമരം തകർന്നു, അണിയം ഉറച്ചും പോയി. ഈ അണിയത്തിന് ഞാൻ ഒരു പ്രാധാന്യം കൊടുക്കുന്നു. പ്രാർത്ഥനയാകുന്ന അണിയം, വിശ്വാസമാകുന്ന അണിയം, ദൈവവിശുദ്ധിയാകുന്ന അണിയം. എൻ്റെ മാന്യ കേൾവിക്കാരായ സഹോദരങ്ങളെ, എവിടെങ്കിലും ഉറച്ചു പോയാൽ അങ്ങനെ ഉറയ്ക്കുന്നതിനൊരു പ്രാധാന്യമുണ്ട്. ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്ന് ദൈവം നിന്നെ മാനിച്ചുയർത്തി. നിനക്ക് സൈക്കിളിൽ നടന്ന നിനക്ക് സ്കൂട്ടർ തന്നു, സ്കൂട്ടറിൽ നടന്ന നിനക്ക് 4 വീലർ തന്നു, 4 വീലറിൽ നടന്ന നിനക്ക് പല 4 വീലറുകൾ വാങ്ങാനിടയായി. നിന്റെ കുടിൽ മാറിപ്പോയി, നിനക്ക് പുതിയ വീട് വന്നു, 2 നില 3 നില വെച്ചു. നിന്റെ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായി, നിന്റെ വീട്ടിൽ മറ്റ് പലതും ആധുനികത്വങ്ങളെല്ലാം ഉണ്ടായി. അപ്പോൾ നിനക്കിനിയും പ്രാർത്ഥിക്കേണ്ട ഗതികേടില്ല, കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് നേടിക്കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഈ കപ്പലിൻ്റെ അണിയമാകുന്ന പ്രാർത്ഥന നിന്നു പോകുന്നു. അത് റെഡിമെയ്ഡ് ആകുന്നു. പ്രാർത്ഥിക്കാൻ സമയമില്ലാതെ പോകുന്നു. തിരക്കാണ്, ബിസിനസ്സാണ്, അതിൻ്റെ പിന്നിൽ ഓടി നടക്കുകയാണ്. പ്രാർത്ഥിക്കാൻ നേരമില്ല. അണിയം ഉറച്ചു പോയാൽ അമരത്ത് നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. അമരമെന്ന് പറയുന്നതാണ് നിന്റെ സാമ്പത്തിക ഭദ്രത, നിന്റെ സ്വാധീന വലയങ്ങൾ, നിന്റെ അധികാരങ്ങൾ, നിനക്ക് ലഭിക്കുന്നതായ പല ലോകത്തിൽ ലഭിക്കുന്ന പദവികൾ, ഇതെല്ലാം അമരമാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത, അത് നിലനിൽക്കുകയില്ല. ലോകവും അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവരോ നിലനിൽക്കും. ഇത് മറന്നു കളയരുത്. ലോകത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായാലും അത് നിലനിൽക്കയില്ല. അത് ചവറെന്നും എണ്ണുവാനുള്ള മനസ്സാക്ഷി ഉണ്ടാകട്ടെ. നിനക്ക് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വയ്പ്പീൻ. നീ ദ്രവ്യാഗ്രഹിയായിട്ട്, ധനമോഹിയായിട്ട്, സ്വർണ്ണക്കടത്തുമായിട്ട്, കോടികളുടെ കടത്തുകളുമായിട്ട്, ലഹരി മരുന്നുകൾ, കോടിക്കണക്കിന് രൂപയുടെ ലഹരി മരുന്നുകളുമായി നടന്ന് അനേകർ ജീവനെ നശിപ്പിച്ച് കളയുന്ന നിന്റെ പരിപാടി അവസാനിപ്പിക്കുക. നീ സുവിശേഷത്തിൻ്റെ ഈ പുസ്തകം നീ കയ്യിലെടുക്ക്. യേശുവിൻ്റെ രക്ഷയെക്കുറിച്ച് നീ പറയാൻ നോക്ക്. നിനക്കും അത് കേൾക്കുന്നവർക്കും രക്ഷയുണ്ടാകും. നിനക്കും അത് കേൾക്കുന്നവർക്കും വിടുതലുണ്ടാകും. ഓർത്തുകൊള്ളണം. ഇത് ചെയ്യാതെ അണിയം ഉറച്ചുപോയി എന്ന് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. ഭൗതികമാകുന്ന നേട്ടങ്ങൾ കൊണ്ട് നിലനിൽക്കയില്ല എന്ന് സമൃദ്ധി വരുമ്പോൾ
അണിയം ഉറയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവിത പ്രശ്നങ്ങളാൽ പായ തകർന്നു എന്ന് തോന്നുമ്പോൾ ഒരു കാര്യം നിനക്ക് രക്ഷയ്ക്ക് വേണ്ടിയുണ്ട്. കപ്പലിൻ്റെ പായ തകർന്നു, സാഹചര്യങ്ങൾ വല്ലാതെയായി, അണിയം ഉറച്ചു, അമരം തകർന്നു, കപ്പൽ പാടെ തകർന്നു. രക്ഷപ്പെടാൻ എന്താണ്? അടുത്ത് കാണാം, അല്പദൂരെ കാണാം ഒരു മൺതുരുത്ത്, ഒരു ദ്വീപ് കാണാം. ആ മൺതുരുത്ത് ലാക്ക് വെച്ചുകൊണ്ട് കപ്പിത്താൻ്റെ ആലോചന പ്രകാരം കുറേ പേര് നീന്താൻ അറിയാവുന്നവർ നീന്തിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ കുറേ പേര് വെള്ളത്തിൽ ഇറങ്ങി ഒരു നീന്തി പോകുന്നു. നമുക്കറിയാം, ഈ മീൻപിടുത്തക്കാർ കടന്നു പോകുന്നു. ചിലയിടത്തൊക്കെ അപകടം ഉണ്ടാകുമ്പോൾ പലരും രക്ഷപ്പെടാൻ വേണ്ടി കടലിൽ കൂടെ നീന്തി രക്ഷപ്പെട്ടവരെ കുറിച്ച് ഞാൻ വായിച്ചു. പല ആളുകൾ നീന്തി രക്ഷപ്പെടുത്തും, പലരെയും മറ്റു വള്ളങ്ങൾ കടന്നു വന്ന് രക്ഷപ്പെടുത്തുന്നു. ഈ കടലിനകത്ത് തകരാൻ പോകുന്ന ഇടത്ത് നീന്തി രക്ഷപ്പെടുക. അങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു പങ്ക് ബാക്കിയുള്ളത് നീന്താൻ വഴിയില്ല. അപ്പോഴാണ് കാണുന്നത് ഉടഞ്ഞ കപ്പലിൻ്റെ ചില പലക കഷണങ്ങൾ ഒഴുകി കിടക്കുന്നു. അതിൽ കയറി അങ്ങ് പിടിച്ചപ്പോൾ പലക താടിയില്ലാത്തതുകൊണ്ട് ഇതിനെ പിടിച്ചുകൊണ്ട് പൊങ്ങിക്കിടന്നുകൊണ്ട് നീന്തി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം തന്നെ ഓർപ്പിക്കുന്ന ഒരു സത്യം എന്നാണെന്നറിയാമോ? ആ പലകയിൽ പിടിച്ച് രക്ഷപ്പെടണം. അതാണ് മെലീത്ത. പ്രൈസ് ദി ലോർഡ്. ആ ദ്വീപിൻ്റെ പേരാണ് മെലീത്ത. പലകയുടെ കഷണത്തിന് ഞാനൊരു പേര് കൊടുക്കുന്നു, വാഗ്ദത്തങ്ങൾ. നിന്നോട് ദൈവം എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ മുങ്ങിപ്പോകുകയില്ല, അത് നഷ്ടപ്പെട്ടു പോകുകയില്ല. നിന്നോട് ആ വാക്കിലൊരു മറുപടിയുണ്ട്, ആ പലകയിൽ പിടിച്ച് നീ രക്ഷപ്പെടുക. നിന്നോട് ദൈവം ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാന പ്രകാരം നീ മുന്നോട്ട് പോകും, നീ രക്ഷപ്പെടും. സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ട് ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്. അപ്പോസ്തലനായ പത്രോസ് ബന്ധിക്കപ്പെട്ടവനായി കാരാഗൃഹത്തിൽ 16 പട്ടാളക്കാരുടെ അകമ്പടിയിൽ കൊണ്ടിടുമ്പോൾ പട്ടാളക്കാരുടെ നടുവിൽ ജയിലിൻ്റെ മൂന്നറകൾക്കുള്ളിൽ അവൻ കിടന്ന്, ഈ പട്ടാളക്കാരുടെ നടുവിൽ അവൻ കിടന്ന് ഉറങ്ങുക. എനിക്കത് ചിന്തിക്കാൻ കഴിയില്ല, എങ്ങനെ ഇത് സാധിക്കുന്നു? ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി എന്നാൽ ഉറങ്ങാൻ കഴിയുകയില്ല. കാരണം രാത്രി അവിടെ കഴിഞ്ഞുകൂടേണ്ടി വന്നാൽ എന്തെല്ലാം വികാരങ്ങളാണ് മനുഷ്യൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നത്. ഒന്ന് രക്ഷപ്പെടാനുള്ള മാർഗം രാത്രി ഉറങ്ങാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കുന്നിടത്താണ് ഇത്രയും പട്ടാളക്കാരുടെ നടുവിൽ ഒരു ഉപദേശിയെ കയറ്റിയിട്ടിരിക്കുക. ആ ഉപദേശിയോ ഒന്നും കണ്ടോ ഇല്ല കേട്ടോ ഇല്ലാത്ത മട്ടിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. എനിക്ക് വലിയ ചിന്ത വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായ പത്രോസിൻ്റെ മനസ്സിൽ കിടക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവം കൊടുത്ത ഒരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം ഓർത്ത് കഴിഞ്ഞപ്പോൾ അവന് പേടിയൊന്നുമില്ല. അവനോട് പറഞ്ഞത് ഇതാണ്, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ശിമോനെ, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നിന്നെ പിടിച്ചു കെട്ടാനും നിന്നെ കൊണ്ടു നടക്കാനും നിന്നെ ശാസിക്കാനും ഉപദ്രവിക്കാനും ഒക്കെ ആളുകളുണ്ട്. എന്നാൽ അത് നിനക്ക് നിന്നു കൊടുത്തേ പറ്റുകയുള്ളൂ. എന്നാൽ നീ വാർദ്ധക്യമാകുമ്പോൾ നിന്റെ ഇഷ്ടപ്രകാരം നടക്കാൻ നിനക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. നിനക്ക് വാർദ്ധക്യമാകുമ്പോൾ പലരും നിശ്ചയിക്കുന്ന ഇടത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് പോകേണ്ടി വരും. യൗവനക്കാരനായിരിക്കുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാം, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാൻ സംസാരിക്കാൻ കഴിയും. എന്നാൽ നിനക്ക് വാർദ്ധക്യം എന്ന് പറയുന്ന ഒന്നുണ്ട് എന്ന് നീ ഓർത്തോളണം. ഈ വാക്ക് പത്രോസിനെ ചിന്തിപ്പിച്ചു. ഞാൻ വാർദ്ധക്യമാകുന്നവരെ ജീവിക്കുമെന്ന് എൻ്റെ കർത്താവ്, എൻ്റെ ഗുരു എന്നോട് പറഞ്ഞെങ്കിൽ ഈ ജയിലിൽ കൊണ്ടിരുന്നാൽ എന്നെ ഒന്നും ചെയ്യാനൊക്കെയില്ല. ഞാൻ നിങ്ങളോട് തീർത്ത് പറയുന്നു, വാഗ്ദത്തം ഉണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചു. നിന്നോട് ദൈവം എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നീ മുറുകെ പിടിച്ചുകൊള്ളുക. നിനക്കൊരു ദോഷവും സംഭവിക്കാതെ ദൈവം കഷ്ടങ്ങളുടെ അപ്പുറത്ത് നിന്നെ വീണ്ടും ജീവിപ്പിച്ച് നിന്നെ നടത്തും. തവേ, നീ എന്നോട് ഇന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് നിനക്ക് ചോദിക്കാൻ കഴിയുമെങ്കിൽ ആ ചോദ്യത്തിന് ഒഴിഞ്ഞു മാറുന്നവനല്ല കർത്താവ്. പറഞ്ഞ വാഗ്ദത്തം അതേപടി നിറവേറ്റും. അവനെ വിശ്വസിക്കാം. യേശു കർത്താവിനെ നിനക്ക് വിശ്വസിക്കാൻ. അവൻ വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ചതിക്കുന്നവനല്ല, അവൻ വിശ്വസ്തനാണ്.
അതുകൊണ്ട് ഈ വാദ്യത്തിന് വയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ പലക കഷണങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണെന്ന് ഞാൻ പറയുകയാണ്. ആ വാഗ്ദത്തങ്ങളെ പിടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങി. അവർ ചെന്ന് പറ്റിയത് ആ ദ്വീപിലാണ്. ആ ദ്വീപിൻ്റെ പേര് അവിടെ എഴുതിയിരിക്കുന്നത്. രക്ഷപ്പെട്ട ശേഷം ആ ദ്വീപിന് മെലീത്ത എന്ന് പേരിട്ടു എന്ന് കണ്ടു. മെലീറ്റ എന്ന ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മോർ ദാൻ എ മദർ, അമ്മയേക്കാൾ ശ്രേഷ്ഠമേറിയത്, അമ്മയേക്കാൾ ശ്രേഷ്ഠമേറിയത് എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഈ മെലിറ്റ ദ്വീപിൽ രക്ഷപ്പെട്ടവർക്ക് 5 വിധ നേട്ടങ്ങളാണ് ഉണ്ടായത്. ഈ കപ്പലിൽ രക്ഷപ്പെട്ടവർക്ക് ലഭിച്ചത് 5 വിധ നേട്ടങ്ങളാണ്. ഒന്ന്, അതിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 28-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു, അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണതയെ കാണിച്ചു. അസാധാരണതയെ കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെയുള്ള ബർബരന്മാർ, ഈ ദ്വീപവാസികൾ ആരാണെന്ന് വിചാരിക്കുന്നത്? ബാർബേറിയൻസാണ്, ബർബരന്മാരാണ്. അവർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്ക് ആധുനികത്വമൊന്നും അറിഞ്ഞുകൂടാ. അവർക്കറിയാൻ കഴിയുന്നത് വിശക്കുന്ന പോലെ തിന്നണം, അത് കിഴങ്ങുകൾ തിന്നും, മൃഗങ്ങളെ പിടിച്ച് തിന്നും, മനുഷ്യനെ കിട്ടിയാൽ മനുഷ്യനെ പിടിച്ച് തിന്നും. അങ്ങനെയുള്ള ബാർബേറിയൻസ്, ബർബരന്മാർ പാർക്കുന്ന ഒരു ദേശത്ത് എന്നാൽ എങ്ങനെ രക്ഷപ്പെടും? അവർ മനുഷ്യഭോജികളാണ്. അവരുടെ അടുക്കൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഈ ബാർബേറിയൻസിൻ്റെ നടുവിലേക്ക് ചെന്നു. പക്ഷേ നാം പ്രതീക്ഷിക്കുന്നതിൽ അവർ അവർക്കറിയില്ല എന്ന് കയറിയുടെ വീടാണെന്ന്. എങ്കിലും ഇവരുടെ മുഖവും ഇവരുടെ നടപ്പും കാണപ്പോൾ അവർക്ക് വസ്ത്രമില്ല, അവർക്ക് ആധുനികമായ ഒരു മേക്കപ്പും ഇല്ല. താടി നീട്ടി, എൻ്റെ ചിന്താഗതി വരെ താടി നീട്ടി, മുടിയും നീട്ടി, നഖവും നീട്ടി, എല്ലാവരും കൂടെ അങ്ങനെ ആണും പെണ്ണും എല്ലാം ഇങ്ങനെ ഓടി നടക്കുകയാണ്. അവിടെ നടുവിൽ ഒരു പുതിയ മനുഷ്യനെ കൈ കിട്ടിയാൽ ഒരു വെച്ചേക്കുമോ? എൻ്റെ ഞാൻ പറയുകയാണ്, അവരെ കടിച്ച് കയറി അപ്പടെ എല്ലാം കൂടെ ശാപ്പിടും. അങ്ങനെ എടുത്ത് ഒരു മനുഷ്യനെയല്ല, ഇതാ ഒരു കൂട്ടം തന്നെ വന്ന ജീപ്പിൽ വന്ന് കയറി. വന്ന് കയറിയ ജനത്തെ പിടിച്ച് തിന്നാനല്ല ശ്രമിച്ചത്. അവിടെ എഴുതിയിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്: അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണതയെ കാണിച്ചു. അവരുടെ മഹാദയ ഇതെങ്ങനെ ഉണ്ടായി? പൗലോസേ, നീ നിമിത്തം സ്വർഗത്തിലെ തമ്പുരാൻ ആ ദ്വീപിലുള്ള ജനത്തെ രൂപാന്തരപ്പെടുത്തുകയാണ്. നരഭോജികളെ, മനുഷ്യനെ തിന്നുന്നവരെ, മൃഗങ്ങളെ കടിച്ചു കീറിയതിൻ്റെ ചോര കുടിക്കുന്നവരെ, ഇപ്പോൾ ഈ ദൈവത്തോട് മഹാദയ കാണിച്ചു. അവരിൽ ദയ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇതിൽ ഒരെണ്ണം പോലും രക്ഷപ്പെടുകയില്ല. ഒന്നാമത്തെ അവസ്ഥ അതാണ്. ആമേൻ. അവർ അസാധാരണമായ ദൈവരോട് കാണിച്ചു. സങ്കീർത്തനക്കാരൻ 103-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദയയും കരുണയും അവരെ അണിയിച്ചു എന്നാണ്. ദയയും കരുണയും അണിയിച്ചു. പ്രൈസ് ദി ലോർഡ്. ബർബരന്മാരോട് സുവിശേഷം അറിയിപ്പാൻ ഇനി അയച്ചിരിക്കുന്ന യെശയ്യാപ്രവചനം 61-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ഞാൻ എല്ലാം എടുത്ത് ഉദ്ധരിക്കുന്നില്ല. രണ്ടാമത്തെ അവർക്ക് ലഭിച്ചത് അവിടെ എഴുതിയിരിക്കുന്നത്, മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. നോക്കണം, രണ്ടാമത് അവിടെ ലഭിച്ചത് പ്രധാന ഘടകം ഇതാണ്: ചൂടും സംരക്ഷണയും അവർക്ക് ലഭിച്ചു.
ഈ കടലിൽ കിടന്ന കൊടുങ്കാറ്റടിച്ച് വിറച്ച മഞ്ഞ് ഐസ് പോലെ കിടക്കുന്ന വെള്ളത്തിൽ നീന്തി ഇങ്ങനെ കിടുകിട വിറയ്ക്കുന്ന ശരീരം, ആ വിറച്ച് ചിലത് ചാകാൻ സാധ്യതയുണ്ട്. കാരണം ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, രക്തയോട്ടമില്ല, മുഴുവൻ മരവിച്ച് ഫ്രീസ് ചെയ്തിരിക്കുക. ഈ അവസ്ഥയിൽ അവർക്ക് ജീവനും ചൈതന്യം ഉണ്ടാകണമെങ്കിൽ അവർക്ക് ചൂട് കിട്ടിയേ മതിയാകുകയുള്ളൂ. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. നോക്കണം, ആ ബാർബേറിയൻസ് ചെയ്ത രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം, അവിടെ തീ കത്തിച്ച് വിറകുകൾ കത്തിച്ച് ചൂടുണ്ടാക്കി ഈ മരവിച്ച് വന്നതായ, ഈ വെള്ളത്തിൽ കൂടി നീന്തി രക്ഷപ്പെട്ടതായ ജീവിതങ്ങളുടെ വിറയലൊന്ന് മാറ്റാൻ വേണ്ടി ആ ബാർബേറിയൻസ് ഒരിക്കലും ചെയ്യാത്ത പണി ഇവിടെ ചെയ്യുകയാണ്. ഈ ന്യൂ കമേഴ്സിനെ, ഈ പുതിയ ആളുകളെ, ഈ വന്നിരിക്കുന്നതായ വിദേശത്ത് നിന്ന് എവിടുന്നോ വന്ന മനുഷ്യരൂപത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം നടക്കുകയാണ്. ദയ കാണിക്കുന്നു. ഓർത്തുകൊള്ളണം, ഈ ശീതവും ഹിമവും ഒക്കെ പറയുന്നത് ഒക്കെ ന്യായവിധിയെ കാണിക്കുന്നതാണെന്ന് സദൃശവാക്യം വിളിച്ച് പറയുന്നുണ്ട്. ശീതകാലം എന്നൊക്കെ പറയുന്നത് മഞ്ഞ് പെയ്യുന്ന അനുഭവങ്ങൾ, മഞ്ഞുകട്ട ഒഴുകി വരുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ ന്യായവിധിയുടെയും ദൈവകോപത്തിൻ്റെയും വിഷയമായിട്ടാണ് സദൃശവാക്യത്തിൽ ശലോമോൻ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ന്യായവിധി ഇവർക്ക് വന്നോ എന്ന് തോന്നുന്ന സമയത്ത് ഇവർക്ക് ന്യായവിധി അല്ല, ദൈവത്തെ സംരക്ഷിക്കുകയാണ്. ആരെ കൊണ്ട്? നരഭോജികളെ കൊണ്ട്, ബാർബേറിയന്മാരെ കൊണ്ട്, ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരെ കൊണ്ട്, ഒരു സ്നേഹത്തിൻ്റെ ഇമ്പവാക്ക് പറയാൻ കഴിയാത്ത ജാതിയെ കൊണ്ട് അവരോട് മഹാദയ കാണിക്കുന്നു. അവർക്ക് വിറകുകൾ പെറുക്കിയിട്ട് കത്തിച്ചിവിടെ വിറയൽ മാറ്റുകയാണ്. സ്തോത്രം. അവർക്കുണ്ടായ നേട്ടം അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ നേട്ടമെന്ന് പറയുന്നത് 4-5 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കൈക്കൊണ്ടു പൗലുസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ടു അവൻ്റെ കൈക്ക് പറ്റി. ആ ജന്തുവിൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബർമാർ കണ്ടപ്പോൾ, ഈ മനുഷ്യനൊരു കുലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കില്ല എന്ന് തമ്മിൽ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തമ്മിൽ പറഞ്ഞു, എന്ത്? ഇവനൊരു ശപിക്കപ്പെട്ടവനാണ്, ഇവന് പാപം ചെയ്തവനാണ്, ഇവനെ കടലിൽ ഇവൻ ചാകാതെ നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ എങ്കിലും കടലിൽ ഇവനെ ചാത്തില്ലെങ്കിലും നീതിദേവി ഇവനെ ജീവിച്ചിരിക്കാൻ അനുവദിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇവൻ കൊലപാതകനാണ്, സംശയമില്ല. ഇവരങ്ങ് വിധിച്ചു. പൗലുസും എല്ലാവരുടെയും കൂട്ടത്തിൽ പെറുക്കിയിട്ടിരുന്ന വിറകുകൾ പെറുക്കി അങ്ങനെ തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചൂട് കിട്ടാൻ വേണ്ടി. അപ്പോൾ ആ വിറയിലൊന്ന് മാറി, ശരീരത്തിന് അല്പം ചൂട് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ആദ്യമായിട്ട് വിറക് കത്തിക്കഴിഞ്ഞ് രണ്ടാമത് പിന്നെയും പെറുക്കുകയാണെന്ന് ഞാൻ പറയുന്നു. രണ്ടാമത് പെറുക്കുന്ന കൂട്ടത്തിൽ പൗലുസും ഒരു കമ്പെടുത്ത് തീക്കകത്തോട്ട് ഇടാൻ കൊണ്ടുവന്നപ്പോൾ അതേലിരുന്ന ഒരു അണലി ഈ പൗലുസിൻ്റെ കയ്യെ കയറി ചുറ്റി. കയ്യെ കയറി, അണലി എന്ന് പറയുന്ന വലിയ പെരുമ്പാ പോലെ ഇരിക്കുന്നതാണ്. അത് കയറി കയ്യെ ചുറ്റിയപ്പോൾ കാറിക്കൂക്കി ബഹളമുണ്ടാക്കി അതിനെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അതിനെ കടിയേറ്റ് ചാകുകയോ ഒക്കെ ചെയ്യേണ്ടതാണ്. ഇത് കണ്ടയുടനെ ഈ ബാർബേറിയൻസിൻ്റെ വിശ്വാസപ്രകാരം അവർ വിളിച്ചു പറഞ്ഞു, ഇവൻ കൊലപാതകന. അല്ലെങ്കിൽ കടൽ ദേവി അവരെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ചാകാത്തതിനെ നീതി ദേവി കൊല്ലാൻ തുടങ്ങുകയാണ്. തൻ്റെ പാമ്പ് കയറിയിരിക്കുന്നു, അണലി കയറിയിരിക്കുന്നു. സ്തോത്രം. ഇതങ്ങനെ വിധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൗലുസ് ചെയ്തതെന്നറിയാമോ? ആ പാമ്പിന് ഒരു കൊട വെച്ച് കൊടുത്തു, കൊടഞ്ഞു, അതാ തീക്കകത്ത് വീണു. ഞാൻ അതിനകത്ത് ഒരു വലിയ ആത്മീയ സത്യങ്ങൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവനത് കുടയാൻ കഴിഞ്ഞ
സമയം പോയതുകൊണ്ട് ഞാൻ കമ്പിവാദം പോലെ 2-3 മിനിറ്റ് കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. എന്തുകൊണ്ടാണ് എങ്ങനെയാണ് കുടയാൻ കഴിഞ്ഞത്? അവൻ്റെ ശരീരം ചൂടായതുകൊണ്ട്. ഐസ് പോലെ ഇരുന്ന മരവിച്ചായിരുന്നെങ്കിൽ ഒന്നും ചെയ്യാനൊക്കെയില്ല. നിന്നെയും എന്നെയും സകല മനുഷ്യനെയും നശിപ്പിക്കാൻ കഴിയുന്ന കാളകൂട വിഷമുള്ളതായി അണലി, പാമ്പിൻ്റെ ദംശനം മനുഷ്യനെ കൊല്ലാൻ ആയി നിൽക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുന്ന ഒറ്റ മാർഗം ഇതേ ഉള്ളൂ: ശരീരം ചൂടായിരിക്കട്ടെ. ഈ ശരീരം ചൂടാകണം. എങ്ങനെ? തീ കത്തണം. ഈ തീ ഏത്? ഉയരത്ത് നിറങ്ങി വരുന്ന പിളർന്നിരിക്കുന്ന ഈ അഗ്നിനാവുകൾ. അപ്പോസ്തലർ 2-ാം അധ്യായം. പിളർന്നിരിക്കുന്ന ഈ അഗ്നിനാവുകൾ പരിശുദ്ധാത്മാവ് എന്ന ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ശരിയായി ആരാധിക്കുമ്പോൾ നന്നായിട്ട് വിയർപ്പുകൾ ഒഴുകുന്നത് കാണാം. ശരീരത്തോട് ഒഴുകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്തോത്രം. ആ ചൂട്, പരിശുദ്ധാത്മാവിൻ്റെ തീയുടെ വ്യാപാരം ശൗലിൻ്റെ കൈകാലുകളിൽ, അവയവങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് നാഗശക്തിയെയും കുടയാനുള്ള കൃപയുണ്ടാവും. നീ പരിശുദ്ധാത്മാവിൻ്റെ തീയുടെ വ്യാപാരത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശക്തിയിൽ നീ നിൽക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നിനക്കെതിരെയുള്ള പോരാട്ടങ്ങളെ കുടഞ്ഞു കളയുവാൻ, അതിനെ ആട്ടിക്കളയുവാൻ, തകർത്ത് കളയുവാൻ നീ എങ്ങും ഓടേണ്ടി വരികയില്ല. നിശ്ചയമായിട്ടും ആ ശക്തി നിന്നെ വിടുവിക്കും. ആ ശക്തി നിന്നെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാനങ്ങനെ വിശ്വസിക്കുന്നു. നീ മരവിച്ചിരിക്കുന്ന ഈ ആത്മീയ ജീവിതക്കാരനാണെങ്കിൽ, നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുന്ന ആത്മീയ ജീവിതം നയിക്കുന്നെങ്കിൽ, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്ക്. നീ ഒരു കാത്തിരിപ്പൂട്ടത്തിൽ ഇരിക്ക്. ആത്മാവിൻ്റെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ ഈ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. അതിനെ കുടയാനുള്ള കൃപ ലഭിക്കും. ഇല്ലെങ്കിലോ ഇനി ഈ പാമ്പിൻ്റെ സ്വഭാവം ഞാൻ വേഗത്തിൽ നിർത്തട്ടെ. പാമ്പിൻ്റെ സ്വഭാവം എന്താണെന്നറിയാമോ? നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ കാണാം പാമ്പിൻ്റെ പരിപാടി എന്താണെന്ന്. 3-ാം അധ്യായത്തിൽ ആദമോനെ നിർത്തിക്കൊണ്ട്, പാമ്പിനെ നിർത്തിക്കൊണ്ട് വിധി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ കർത്താവ് പാമ്പിനോട് പറഞ്ഞ എന്താണെന്നറിയാമോ? നീ ഉരസ്സുകൊണ്ട് ഗമിച്ച്, അതിന് 3-ാം അധ്യായം 14-ാം വാക്യം, നീ ഉരസ്സുകൊണ്ട് ഗമിച്ച് നിലത്തെ പൊടി തിന്ന് ജീവിക്കും. ഓക്കെ. അവൻ അന്ന് മുതൽ കാലുമില്ല, കൈയുമില്ല, ചിറകുമില്ല, ഒന്നുമില്ലാതെ അവൻ നിലത്തൂടെ ഇഴഞ്ഞു കിടക്കുന്നു. അവനോട് പറഞ്ഞത്, നീ മനുഷ്യൻ്റെ കുതികാല് നീ കടിക്കും, അവൻ നിൻ്റെ തലയെ തകർക്കും. സ്തോത്രം. അവൻ്റെ തലയെ തകർക്കുന്ന ഒരു ശക്തിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സർപ്പത്തിന്മേലും അണലുമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിക്കും, ഒരു ബാധയും നിന്നോട് അടുത്ത് വരികയില്ല എന്ന് കൽപ്പിച്ച കർത്താവ് അത് വിശ്വസ്തയോടെ തികച്ചെടുക്കണമെങ്കിൽ നാം വിശ്വസ്തയോടെ നിൽക്കണം. ഓർക്കണം, ഈ പാമ്പിനോട് പറഞ്ഞത് നീ പൊടി തിന്ന് ജീവിക്കും. അതേ സമയത്ത് 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറഞ്ഞതിനാണ് മനുഷ്യരോട് പറഞ്ഞത്, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് നീ തിരികെ ചേരും. സ്തോത്രം. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് നീ തിരികെ ചേരും. അപ്പോൾ ഇതിലുണ്ട്. പാമ്പിനോട് പറഞ്ഞത് നീ നിലത്തെ പൊടി തിന്ന് ജീവിക്കും. മനുഷ്യനോട് പറയുന്നു നീ പൊടിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ പാമ്പിന് തിന്നാൻ പറ്റിയ ഒരു അവസ്ഥയാണ് ഈ പാപം ചെയ്ത് നടക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ. നീ പൊടിയാണ്, നിന്നെ തിന്നാനാണ് സാത്താൻ്റെ ശ്രമം. ഇത് മനസ്സിലാക്കുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. നീ പൊടി തിന്ന് ജീവിക്കുമെന്ന് പാമ്പിനോട് പറഞ്ഞെങ്കിലും മനുഷ്യനോട് പറയുന്ന മനുഷ്യ നീ പൊടിയാണ്. അങ്ങനെയാണെങ്കിൽ പാമ്പ് തിന്നാൻ പറ്റിയ പൊടിയാണ് ഞാനും നിങ്ങളും. സ്തോത്രം. ആ പൊടിയെ തിന്നാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്നെയും നിങ്ങളെയും തൊട്ട പാമ്പിൻ്റെ പാപത്തിൻ്റെ വിഷം പാപം എൻ്റെ മേൽ പകർന്ന് നശിപ്പിച്ച് നിത്യനരകത്തിന് അവകാശിയൊക്കെ അതിരിക്കണമെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. സ്തോത്രം. പാമ്പിൻ്റെ കടിയേറ്റ് ചകാതിരിക്കണമെങ്കിൽ, പാപത്തിൽ വിധേയപ്പെട്ട് നശിക്കാതിരിക്കണമെങ്കിൽ, അവൻ പാപം ചെയ്യുന്നവന് വേണ്ടിയ പോഷകം അവൻ്റെ അപ്പനുമാണ്. അവനാണ് ലോകത്തെ നശിപ്പിക്കുന്നത്, മനുഷ്യവർഗത്തെ നശിപ്പിക്കുന്നത്. അവനാണ് പെന്തക്കോസ്തുകാരെ പലയിടത്തും നശിപ്പിക്കുന്നത്, പല വിശുദ്ധന്മാരെ നശിപ്പിക്കുന്ന ഈ പാമ്പാണ്. സ്തോത്രം. ആ ചതിയനാണ്, വഞ്ചകനാണ്, കാപട്യക്കാരനാണ്, വളഞ്ഞ വഴിക്കാരനാണ്. അവൻ നശിപ്പിക്കുമ്പോൾ അവൻ നിന്ന് രക്ഷപ്പെടുവാൻ ഒറ്റ മാർഗം
ഒരു മഴ പെയ്യുമ്പോൾ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ കാണാം വഴിയിലൊക്കെ മണ്ണ് വെള്ളം വീണിട്ട് ഉരുണ്ട് കിടക്കുന്ന പൊടികൾ കാണാം. ആ പൊടി തിന്നാൻ പാമ്പിന് വലിയ ഇഷ്ടമാണ്. ആദ്യത്തെ മഴയ്ക്ക് ഇറങ്ങി വഴിയിലൊക്കെ കാണാം പാമ്പുകളെ പൊടി തിന്ന് ഇരിക്കുന്നത് കാണാം. എന്നാൽ ഈ പൊടിയായിരിക്കുമ്പോഴേ തിന്നുകയുള്ളൂ. അത് വെള്ളത്തിൽ അലിഞ്ഞാൽ തിന്നാനൊക്കെയില്ല. രണ്ടാമത്തെ ഒരു മഴ കൂടെ പെയ്തിരിക്കട്ടെ, ഈ പൊടിയായിട്ട് ഉരുണ്ട് കിടന്നതൊക്കെ വെള്ളത്തിൽ അങ്ങ് ലയിക്കും. അങ്ങനെ വെള്ളത്തിൽ അലിഞ്ഞു കഴിഞ്ഞാൽ പാമ്പിന് പിന്നെ ആ പൊടി തിന്നണ്ട, അതിന് ഇഷ്ടവുമല്ല. സ്തോത്രം. അങ്ങനെയൊരു സത്യമാണെങ്കിൽ എനിക്ക് എന്നോട് പറയാനുള്ളത്, ഞാനും നിങ്ങളും പൊടിയാണെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഈ പൊടി ഉരുണ്ടുരുണ്ട് ഇഷ്ടം പോലെ തോന്നിയാസം ഉരുണ്ട് നടക്കാനുള്ളതല്ല, പാമ്പിന് ഇഷ്ടം പോലെ തിന്നാനുള്ളതല്ല. ഇതൊന്ന് നനയണം, ഈ പൊടിയൊന്ന് നനയണം, ഈ മനുഷ്യനായിരിക്കുന്ന പൊടിയൊന്ന് നനയണമെങ്കിൽ അതിനൊരു ഉറവ വേണം. അതാണ് നിന്റെ തലമണ്ട. നിന്റെ തലമണ്ടയിരുന്ന കണ്ണിൽ കൂടി ഒഴുകുന്ന ഉറവുചാല് നിന്നെ കഴുകിയെടുക്കുമ്പോൾ, നിന്നെ നനച്ചെടുക്കുമ്പോൾ, കുഴച്ചെടുക്കുമ്പോൾ, നല്ല വെള്ളത്തിലായി കഴിയുമ്പോൾ ഈ പാമ്പിന് നിന്നെ തൊടാനൊക്കെയില്ല. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ തൊടാതിരിക്കണമെങ്കിൽ കണ്ണുനീര് ആവശ്യമുണ്ട്. ആ കണ്ണുനീര് കൊണ്ട് ഈ മുഖം നീ കഴുകട്ടെ, കണ്ണുനീര് കൊണ്ട് നിന്റെ ശരീരം നനയട്ടെ, ഈ പൊടിയൊന്ന് നനയട്ടെ. അങ്ങനെ നനഞ്ഞു വീഴുന്ന പൊടി തിന്നാൻ ഒരു ശത്രുവിനും പിശാചിനും കഴിയുകയില്ല. ഒരു പാമ്പിനും കഴിയുകയില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാലാമത്തെ വിഷയമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നൽകുകയാണ്. ദ്വീപിൽ പബ്ലിയോസ് എന്ന് പറയുന്നതായ അവിടുത്തെ നേതാവുടെ ലീഡി എന്ന മൂപ്പനുണ്ട്. ആ മൂപ്പൻ്റെ വീട്ടിലേക്ക് ഇദ്ദേഹത്തെ പൗലോസിനെ ക്ഷണിച്ചു. അവിടെ ചെന്ന് ഒരു വിരുന്നൊക്കെ കൊടുത്ത പോലെ ഭക്ഷണം കൊടുത്തു. അവിടെ അവൻ്റെ അപ്പന് സുഖമില്ലാതെ വയറ്റിളക്കവും പനിയുമായിട്ട് കിടക്കുകയാണ്. പൗലോസ് അകത്തേക്ക് കയറി അവൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. വലിയ വിടുതൽ, രോഗശാന്തി സംഭവിച്ചു. അപ്പോൾ തന്നെ ഇത് കേട്ട് 100 ആളുകൾ കടന്നു വന്ന് പൗലോസ് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. അവരെല്ലാം സൗഖ്യമായതായിട്ട് കാണുന്നു. 5ാമത്തെ വിഷയം കൂടെ പറയുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 5ാമത്തെ നേട്ടം, അവർക്ക് അവിടുന്ന് പോകാൻ വഴിയില്ലാതിരിക്കുമ്പോൾ ഒരു കപ്പൽ വരുന്നവർ കണ്ടു. അവർ കൊടി ഉയർത്തി കാണിച്ചു. ആ കപ്പൽ അടുപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ കപ്പൽ അടുപ്പിച്ചു. ലക്ഷ്യസ്ഥാനത്ത് എത്തത്തക്കവണ്ണം റോമിലേക്ക് പോകുന്ന കപ്പലായതുകൊണ്ട് അവരെ കയറ്റി രക്ഷപ്പെടുത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, 5 കാര്യങ്ങൾ അത് നേടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഏത് ഈശാനമൂലിനടിച്ചാലും കൊടുങ്കാറ്റടിച്ചെന്നാലും ഒരു മെലിറ്റ ഉണ്ട് അമ്മയേക്കാൾ നല്ലത്. അവർ പോയപ്പോൾ, റോമിലേക്ക് പോയപ്പോൾ, അവർക്ക് അങ്ങ് എത്തുന്നവരെ ഭക്ഷിക്കാനുള്ളത് ഇവരിവിടുന്ന് ഈ പാവപ്പെട്ട ബാർബേറിയൻസ് കൊടുത്തയച്ചെന്ന് പറയുമ്പോൾ അവർക്ക് വന്ന രൂപാന്തരം എത്ര വലിയത്. നിന്നെ ദൈവം നടത്തുന്നുണ്ടെങ്കിൽ ഒരു ബർബറിനും നിന്നെ നശിപ്പിക്കാൻ അവൻ സമ്മതിക്കയില്ല. അവൻ്റെ സ്വഭാവത്തിന് തന്നെ മാറ്റം വരുത്തും. നരഭോജിയെ നരസ്നേഹിയാക്കി മാറ്റിയെടുക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. നിന്നെ ഉപദ്രവിക്കുന്നവരെ നീ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ സ്നേഹം നിനക്ക് വീണ്ടും മടക്കി കിട്ടാനിടയായി തീരും. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചാപ്റ്റർ ഇവിടെ നിർത്തുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കർത്താവേ, പരിശുദ്ധ ദൈവമേ, ഈ വചനം കേട്ട എല്ലാവർക്കും വേണ്ടി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പൊടിയാകുന്ന മനുഷ്യനെ പൊടി തിന്നുന്ന പാപം, പിശാച് തിന്ന് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം താവേ ശരീരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ തീയുടെ വ്യാപാരമിട്ട് പരിശുദ്ധാത്മാവിനെ നിറച്ച് പാമ്പിനെ കുടഞ്ഞു കളയുന്ന, പാപത്തെ കുടഞ്ഞു കളയുന്ന, അനീതി അശുദ്ധിയെ കുടഞ്ഞു കളയുന്ന ദൈവകൃപ വ്യാപരിക്കേണ്ടതിന് ഈ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക്. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ പിതാവേ. പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പിതാവേ, ഞാൻ ഈ വചനം കേട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.